ഖലീഫ ഒരു അൺഅപ്പോളജറ്റിക് ഔട്ട് ആൻഡ് ഔട്ട് മാസ് കമേഴ്ഷ്യൽ സിനിമയാണ്. ഇത് 2017 ഞാൻ ജിനുവും ഞാനും നേരിട്ട് പരിചയപ്പെടുന്ന ഒരാളുടെ ലൈഫിൽ നിന്ന് ഇൻസ്പയർ ചെയ്യപ്പെട്ടതാണ്. മനസ്സിലായില്ലേ? അതായത് ഇതൊരു എക്സ്പെരിമെന്റൽ സബ്ജക്റ്റ് ആണ്. എന്നെ അതിലേക്ക് ആകർഷിച്ചത് അഗൈൻ അതിനകത്തൊരു രസമുള്ളൊരു കഥയും കഥാപാത്രവും ഉണ്ട്. ഇപ്പോഴുള്ള സാറിന്റെ എല്ലാ പടവും ഇറങ്ങുന്നതിന് മുൻപ് സൂപ്പർ ഹിറ്റ് ആയിരിക്കും. അപ്പൊ അന്ന് നമ്മൾ വിചാരിച്ചു പിന്നെ അതൊരു വൺ മാസ് കമേഴ്ഷ്യൽ സിനിമയുടെ ഫ്ലേവർ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഡയറക്ടർ ഇപ്പൊ വൈശാഖ് ഉഗ്രനായിരിക്കും എന്ന് പറഞ്ഞു. ഈ കഥ സാറ് ചെയ്താലേ ശരിയാവുള്ളൂ. അതെ സർ, ഇന്ത്യയിൽ സാറല്ലാതെ വേറെ ഒരു ഡയറക്ടർ ഇല്ല ഇത് ചെയ്യാൻ. അപ്പൊ അന്ന് എനിക്ക് തിരക്കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കിതൊരു കിടിലം കമേഴ്ഷ്യൽ പടം ആകാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നി. എങ്ങനെയുണ്ട് പടം? എനിക്ക് പടം കംപ്ലീറ്റ് വർക്കാ മക്കളെ. ഒരു മാറ്റവും ഇല്ലല്ലോ. ചുമ്മാ ഒരു കാഷ്വൽ വാച്ചിന് നമുക്ക് വെറുതെ ഇരുന്ന് കാണാം എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ത്രില്ല് കിട്ടിയില്ല, ഒരു ഇമോഷൻ കിട്ടിയില്ല, ഒരു പഞ്ച് ഫീൽ ചെയ്തില്ല. പതിവ് പോലെ എന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്, പക്ഷെ പടം പൊട്ടും. അതുപോലെ തന്നെ ട്വിസ്റ്റും ടേണും ഒക്കെ നമുക്ക് പല സ്ഥലത്തും ഇതിങ്ങനെയായിരിക്കും, ഇത് അവസാനത്തേക്ക് ഇയാൾ ഇങ്ങനെ വെച്ചായിരിക്കും എന്ന് പറയുന്ന പോലത്തെ സാധനങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം പൊട്ടാനുള്ള സാധ്യതയുണ്ട്, പക്ഷെ അങ്ങനെ പെട്ടെന്ന് പൊട്ടൂല, എങ്കിലും പൊട്ടാനുള്ള സാധ്യതയുണ്ട്. ആകെ മൊത്തത്തിൽ സെക്കൻഡ് ഹാഫ് ഒരു സമയം കഴിഞ്ഞപ്പോഴേക്കും ഇതൊന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയൊരു സിനിമയാണ്. വികാരങ്ങളുടെ വിസ്ഫോടനങ്ങളോ വിജൃംഭങ്ങളോ ഇല്ലാത്ത വൃത്തികെട്ട സ്ക്രിപ്റ്റ്. പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് ഖലീഫ പാർട്ട് 1 ദി ഇൻട്രോ എന്ന്. ഈ കഥാപാത്രത്തിന്റെ ഇൻട്രോ മാത്രമാണ് ഖലീഫ പാർട്ട് 1. സിനിമയെ കുറിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാനാണെങ്കിൽ ഇവരുടെ മനസ്സിൽ ഒരു KGF ലെവലിലേക്ക് അല്ലെങ്കിൽ അതിന് മുകളിൽ എന്തൊക്കെയോ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അങ്ങും എങ്ങും എത്തിയില്ല. എന്റെ കാര്യം ആലോചിച്ചിട്ട് ചിരിയും വരുന്നുണ്ട്, കരച്ചിലും വരുന്നുണ്ട്. കൃത്യമായൊരു കഥയുണ്ട് അഹമ്മദ് അലിക്ക്. ആ കഥ എന്താണ് എന്നുള്ളതിന്റെ സൂചനകൾ നമ്മൾ പാർട്ട് 1 പറയുന്നുണ്ട്. ആ കഥ പക്ഷേ അടുത്ത സിനിമയാണെന്ന് മാത്രം. എന്റെ പൊന്നോ വേണ്ട. ഇതിന്റെ സീക്വല് പോയിട്ട് ഇത് തന്നെ കണ്ടു തീർക്കാൻ പെട്ട പാട്. ഒന്നുമില്ല, പോവാ. അങ്ങനെ പോവല്ലേ? എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.